So what's up guys, you guys watching Adonis. എന്റെ മോനെ എമ്മാതിരി പൊട്ടല, എജ്ജാതി പൊട്ടല, എന്ത് പൊട്ടല ബാസ. നാണം കെട്ട് പൊട്ടി എന്ന് പറഞ്ഞാൽ നാണം കെട്ട്. ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞാല് ഇത് ആദ്യത്തെ ലെഗാന്നുള്ള ആശ്വാസം. സത്യം പറയാനുള്ള ഞാൻ ബാർസ ഫാൻസ് ആയിട്ടായിരുന്നു കളി കണ്ടത്. എന്റെ മോനെ ഇവന്മാരിങ്ങനെ പാവം തോന്നി എനിക്ക് അവന്മാരെ കണ്ടിട്ട്. എനിക്ക് അവന്മാരെ കളിയാക്കാൻ തോന്നുന്നില്ല ഗൈസ്. അത്രയും ഗതികേട്. ഫസ്റ്റ് ഹാഫ് തന്നെ 4-0 കിട്ടുക. അപ്പൊ ഇവര് പേടിച്ചിരിക്കുക. അതായത് അടുത്ത കിട്ടുമോ പടച്ചോരെ അടുത്ത കിട്ടുമോ എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്ത് ബാഡായിരുന്നു അറിയോ. കുറെ സത്യം പറഞ്ഞാൽ ശരിയാണ്, ഇവർക്ക് ചെറുപറ ഇഞ്ചുറീസ് ഉണ്ട്. ആ ഫസ്റ്റത്തെ ഗോൾ തന്നെ ഭയങ്കര ഓൺ ഗോൾ, ഭയങ്കര കോമഡി ആയിപ്പോയി. പക്ഷെ അത് എനിക്ക് ആ ഗ്രൗണ്ടിന്റെ ഒരു മോശം അവസ്ഥയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഗ്രൗണ്ടിൽ പിന്നെ ഇന്നലെ കുറെ ആൾക്കാർ, എത്ര ആൾക്കാർ, അത്ലറ്റിക്കോ ടീംസ് ആണെങ്കിലും ബാസ ടീംസ് ആണെങ്കിലും ചെറുപറാന്ന് പറഞ്ഞ് സ്ലിപ്പ് ചെയ്ത് വീഴുണ്ടാ. എത്ര ആൾക്കാരാ വീണ്. ഞാൻ ഒരാളെ റിപ്പോർട്ടിൽ കണ്ടിട്ടുണ്ട്, ലാലിഗന്റെ ഒരുവിധം ഗ്രൗണ്ടൊക്കെ ഭയങ്കര മോശമായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ ഞാൻ ഭയങ്കര ശ്രദ്ധിക്കാൻ തുടങ്ങി. അതായത് മുന്നേ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ ഭയങ്കര ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇനി അതിനോണ്ടാണോ എന്താ അവസ്ഥ ആർക്കറിയാം. എന്റെ മോനെ എന്നാലും എന്ത് 4-0 പൊട്ടിയില്ലേ. ഊഫ്, എന്ത് പൊട്ടലാടാ, വല്ലാത്ത പൊട്ടല്. അങ്ങനെ എന്നാലും 2 ഗോൾ അടിക്കാനെങ്കിലും ഒരു വെയിറ്റ് ചെയ്തിന്ന്. എന്റെ ഫ്രണ്ട്സ് ബാസ ഫാൻസ് ആയിരുന്നു. 2 ഗോളെങ്കിലും മിനിമം അടിച്ച് പിന്നെ അടുത്ത ലെഗിലൊന്ന് സെറ്റ് ആക്കാലോ. ഇത് നടക്കുന്നില്ല. എങ്ങനെ നടുക്കൂടെ പോയിട്ട് അവിടെ നിന്ന് ഫുള്ള് ക്യാൻസൽ ആയി പോവുക. അവിടെ പറ്റുന്നില്ല. എന്നിട്ട് ഇപ്പുറത്തൂടെ വന്നിട്ട് വെറുതെ പൊക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. ആകെ വന്ന സാധനമൊക്കെ മറ്റേ ചെങ്ങായി ബ്ലോക്ക് ചെയ്ത് കിടിലായിട്ട് ബ്ലോക്ക് ചെയ്ത് വിട്ടു. അടിപൊളി സാധനം. എന്തൊരവസ്ഥ അല്ലേ. ഞാൻ വിചാരിച്ചു സത്യം പറയാനുള്ള ഇനിയും കുടുങ്ങുമെന്ന് വിചാരിച്ചു. ആകെ ഒരു ഗോള് വീണതാണെങ്കിൽ ഓഫ് സൈഡും. അത് ഓഫ് സൈഡ് എങ്ങനെയാന്ന് എനിക്ക് കറക്റ്റ് പിടുത്തം കിട്ടിയില്ല. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ഗോള് പോലും കിട്ടിയില്ല. ക്ലീൻ ഷീറ്റിൽ ജയിച്ച്. എന്തൊരവസ്ഥയാ. ബാർസ നാണെങ്കിൽ യമാലൊക്കെ എന്തിനു നേപ്പി. യമാലിന്റെ എനിക്ക് തോന്നുന്നു ഒരു പൊങ്ങച്ചൊക്കെ നല്ലോണം താന്നുണ്ടോ. പിന്നെ ആ ഗോളിയാണെ വൻ ചാറായി വരികയായിരുന്നു. കുറച്ചൊരു ചാറ് പരിപാടി ഉണ്ടായിരുന്നു അവന്. അത് ഒറ്റയടിക്ക് ഡൗൺ ആയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഫസ്റ്റത്തെ ഗോളിൽ തന്നെ ഗോളി ഡൗൺ ആയിക്കണം. ഒരുവിധമൊക്കെ ബാഡ് ആയിക്കണമെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. എന്തൊക്കെയോ കളിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ ലെവിനെ 36-ാം മിനിറ്റിലൊക്കെ ഇറക്കിക്കണെന്ന് തോന്നുന്നു. ഓഫ്, അത്രയും ബാഡായിട്ട്. എന്തെങ്കിലും ഒന്ന് അടിച്ചോട്ടെ വിചാരിച്ചിട്ട്, എന്നിട്ടുമില്ല. പിന്നെ ക്യാൻസലോനൊക്കെ ശരിക്കും ആദ്യം ഇറക്കായിരുന്നു കേട്ടോ. ചങ്ങായി കുറേ സാധനം അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. അത് പക്ഷെ ഓന് ടൈം കിട്ടിയില്ല. ചങ്ങായി കുറച്ചും കൂടി മുന്നേ ഇറക്കി കഴിഞ്ഞാൽ നല്ലതാണ്. ഇവർക്കൊരു നല്ലൊരു CB വേണമെന്നൊരു ഡൗട്ട് അല്ലേ. നല്ലൊരു ബാക്ക് വേണമെന്ന് തോന്നിപ്പോവാ. ഒന്നും കളിയില്ലായിരുന്നു. പിന്നെ 1/3 ആകുമ്പോഴത്തേക്കും അവിടെ ഫിനിഷ് ചെയ്യാൻ മര്യാദയ്ക്ക് സെറ്റ് ആവുന്നുമില്ല. കുറേ ഈസി ചാൻസ് വന്നതൊക്കെ, ഈസി അല്ല ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുന്നതാണ്. എന്നാലും ഇവിടെ വല്ലാത്തൊരു തോൽവി. കാണാൻ തന്നെ ഒരു രസമല്ലേ, ഭയങ്കര ബോറ്. കാരണം കാണാനൊരു വൈബ് എന്താ. ഇതിപ്പോൾ നമുക്ക് കളിയാക്കാം, ബാർസേനെ കളിയാക്കാം 4-0. പക്ഷെ കളി കാണുമ്പല്ലേ അങ്ങനത്തെ ഒരു വൈബില്ല. എല്ലാവരും പണി പോവുക. തുടക്കം തുടങ്ങി തന്നെ ബാർസയാണ്. അത് വേറെ കാര്യം. കോമഡി കളി എന്നല്ലാണ്ട് ഇനിയിപ്പോൾ ലെഗ് 2-ൽ എന്താ അവസ്ഥ നമുക്ക് നോക്കാം. എങ്ങനെയാ നോക്കാം എനിക്കറിയില്ല. മറ്റേ അന്നത്തെ കളി മാതിരി 6 തിരിച്ചടിക്കുകയോ എന്താ അറിയില്ല. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും കളി എന്നുള്ളത്. നിങ്ങൾ എന്തായാലും പ്രെഡിക്റ്റ് ചെയ്യുക എങ്ങനെയായിരിക്കും കളി ഉണ്ടാവുക എന്നുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ ഫുട്ബോൾ വീഡിയോസ് ഒക്കെ ചില്ലടിച്ച് ടോക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ കമൻസ് ഒക്കെ നിങ്ങൾ എന്തായാലും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കിടലായിട്ട് കമൻറ്റ് ചെയ്യാം. എനിക്ക് കമൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കാനൊക്കെ എനിക്ക് വൈബാണ്. ഫുട്ബോളിൻ്റെ ആ ഒരു കച്ചറയാണെങ്കിലും എന്താണെങ്കിലും നമുക്കൊരു വൈബാണ്. പിന്നെ 400 സബായി. താങ്ക്സ് ഫോർ ദ 400 സബ്. താങ്ക് യു. ലവ് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. പൊളിക്കുക, കിടിലാക്കുക, വൈബാക്കുക. അപ്പൊക്കെ ബൈ.